പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂല് ശപിക്കപ്പെട്ട വർഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ശപിച്ചിട്ടില്ല. റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ്. അതുപോലെ പടച്ച റബ്ബിന്റെ ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സൃഷ്ടിനും പടച്ച റബ്ബ് കളിയാക്കില്ല, അല്ല ഒരു പടച്ച റബ്ബ് ശപിക്കുന്നില്ല. ഇനി പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ളതാണ്. എങ്ങനെ നടക്കേണ്ടതെന്ന് അറിയില്ല, എന്ത് കോല കെട്ടേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെയാ കയ്യിലും കാലിലും കഴുത്തിലൊക്കെ വാരിടുന്നത് ഇതൊന്നും അറിയാം. അങ്ങോട്ട് എങ്ങനെയൊക്കെയോ നടക്കണം, അവർക്ക് തന്നെ അറിയില്ല. ഞാനിപ്പോൾ എവിടെ, ഞാനിപ്പോൾ ആരാന്ന് പോലും അറിയില്ല. അങ്ങനെ കോലം കെട്ടി നടക്കണ്ടല്ലോ, ആണും പെണ്ണും അല്ല, ഏതാ ജെൻഡർ എന്ന് തിരിയൂല. അവരൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി പറയണേ. അതിൽ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് ഇത് ബാധകമല്ലല്ലോ. നമ്മൾ മുഅ്മിനീങ്ങളോടല്ല സംസാരിക്കുന്നത്. ലഅനല്ലാഹു വൽ മലായികതു റജുലൻ തഅന്നസ് വംറഅതൻ തദക്കറത്. വേറെയും ഒരുപാട് വാക്കുകളിൽ ഈ ആശയം വന്നിട്ടുണ്ട് ഹദീസിൽ. അൽ മുതഖന്നിസാത്ത്. ലഅനല്ലാഹു വൽ മലായികതു, അല്ലാഹുവും അവന്റെ മലക്കുകളും ശപിച്ചിട്ടുണ്ട്. റജുലൻ തഅന്നസ്, പെണ്ണിന്റെ വേഷം കെട്ടുന്ന ആണുങ്ങളെ അല്ലാഹുവിന്റെ മലക്കുകൾ ശപിക്കും.